കെ പി നൗഷാദ് അലി, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം പൊള്ളുന്നത് എന്താണ്? മറ്റ് 13 ജില്ലകളെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രശ്നമില്ലല്ലോ. മലപ്പുറത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കാൻ കഴിയില്ലേ? ഇതിപ്പോ വെള്ളാപ്പള്ളി നടേശൻ, ഒരു സാമുദായിക നേതാവ്, അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നു. മറ്റു സാമുദായിക നേതാക്കൾ ഇത് ഏറ്റുപിടിച്ചാൽ എവിടെ ചെന്ന് നിൽക്കും? ഇതിപ്പോൾ BJP ഏറ്റുപിടിക്കുന്നു, CPM-ഉം കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിന് മറുപടി പറയുന്നു എന്ന നിലയ്ക്ക് പോകുന്നത് കൊണ്ടാണ് ഈ കൊട്ടുന്ന കൈക്ക് മറുകൈ കെട്ടാൻ ഇവിടെ ആളുകൾ ഇറങ്ങി തിരിച്ചാൽ ഇത് എവിടെ നിൽക്കും? അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് തുടർച്ചയായി കൊട്ടിക്കൊണ്ടിരിക്കുക, അവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പ്രിവിലേജ് കൊടുക്കുക എന്ന് പറഞ്ഞ് എത്ര നാൾ മുന്നോട്ട് പോകും? മാധു, ഇന്ന് വെള്ളാപ്പള്ളി പോലും മനസ്താപത്തോടെ രണ്ടാമതൊരു പത്രസമ്മേളനം നടത്തുന്നതിന് ആധാരമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയുന്നു. അതിനൊന്നും മറുപടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പക്ഷേ വെള്ളാപ്പള്ളിയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഒരു മലപ്പുറം ജില്ലക്കാരൻ എന്ന നിലയ്ക്ക് ഒരു അപേക്ഷയുണ്ട്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞ കുടിപ്പള്ളിക്കൂടം പോലും കിട്ടിയില്ല എന്ന പരാതി മുൻനിർത്തിയിട്ടാണ് ഞാൻ മലപ്പുറംകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് ഒരു അപേക്ഷ മുന്നിൽ വെക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 2023 കേരള നിയമസഭയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 190 എയ്ഡഡ് കോളേജുകളുണ്ട്. അതിൽ 181 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും 6 പോളിടെക്നിക്കുകളും 3 എഞ്ചിനീയറിംഗ് കോളേജുമാണ്. ഈ 181 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 84 ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലും 62 ഹിന്ദു മാനേജ്മെന്റിന്റെ കീഴിലും 38 മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുമാണ്. ഈ 62 കോളേജുകളിൽ 22 NSSന്റെ കീഴിലും 24 SNDPയുടെ കീഴിലുമാണ്. ഈ 24 എയ്ഡഡ് കോളേജുകൾ SNDP സ്ഥാപിച്ചപ്പോൾ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, അങ്ങ് എന്തുകൊണ്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയെ പരിഗണിച്ചില്ല എന്നൊരു വലിയ ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. അതൊരു പരാതി രൂപത്തിൽ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോളേജുകൾ സ്ഥാപിച്ച് മുന്നോട്ട് വന്നപ്പോൾ മലപ്പുറത്തെ പരിഗണിക്കാതിരുന്നതിലുള്ളൊരു വേദന ഞാൻ അറിയിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ മലപ്പുറം ഒരു കേന്ദ്രഭരണ പ്രദേശമോ പ്രത്യേക 370 വകുപ്പിൻ്റെ പരിരക്ഷയുള്ള സ്ഥലമോ ഒന്നുമില്ല. ആർക്കും വന്ന ഏത് കോളേജും ഏത് പള്ളിക്കൂടവും സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ 24 കോളേജുകൾ എയ്ഡഡ് മേഖലയിൽ സ്ഥാപിച്ചപ്പോൾ നിങ്ങൾ മലപ്പുറത്ത് വേണ്ട വിധം പരിഗണിച്ചില്ല. എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം കൂടി ചൊരിയുക എന്ന് പറഞ്ഞാൽ അത് വേദനാജനകമാണ്. ഞങ്ങൾ നിങ്ങളെ അവഗണിക്കുകയും ചെയ്തു, എന്നിട്ട് ആക്ഷേപവും ചൊരിയുന്നു എന്നുള്ളൊരു വേദന ഞാൻ പങ്കുവെക്കുകയാണ്. പിന്നെ എനിക്ക് വെള്ളാപ്പള്ളി നടേശനോടും കേരളീയ പൊതുസമൂഹത്തോടും ഒക്കെ പറയാനുള്ളത്, ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യതിരക്തമായൊരു ചരിത്രമുണ്ട്. തിരുകൊച്ചിയിൽ നിന്ന് വിഭിന്നമായിട്ട് മലബാർ 1790 മുതൽ 10 വർഷക്കാലം ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. തുടർന്ന് 157 കൊല്ലം മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അത് കഴിഞ്ഞ് 69 വർഷമേ ആയിട്ടുള്ളൂ ഐക്യ കേരളം രൂപപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, ജാതീയമായി, മതപരമായി, സാംസ്കാരികമായി ഒക്കെ വേറിട്ടൊരു വ്യക്തിത്വം മലബാറിനുണ്ട്. അത് ഈഴവരും നായരും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ സൗഹാർദ്ദത്തോടെ നിലനിന്ന് പോകുന്നൊരു കൾച്ചറും പാരമ്പര്യമാണ്. അത് പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകളായിട്ട് അത്തരത്തിലാണ്. ഒരു പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ കൊച്ചി ഭാഗങ്ങളിലൊക്കെയുള്ള മത ജാതി ചിന്തകളെക്കാൾ തുലോം കുറവാണ് മലബാറിലെ അത്തരത്തിലുള്ള ചിന്തകൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശത്ത് സ്വാഭാവികമായിട്ടും മതജാതി സംഘടനകളൊക്കെ വേരുപിടിക്കുന്നത്, അല്ലെങ്കിൽ ജാതീയ സംഘടനകളൊക്കെ വേരുപിടിക്കുന്നത് അത്ര കണ്ട് തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് സംഭവിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു വേവലാതി ഇത്തരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തീവ്രവർഗീയതയിലേക്ക് അവരാനയിച്ചുകൊണ്ട് നിറവേറ്റുന്നത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലബാറിലെ തീയ വിഭാഗം എന്നാൽ അത് വലിയ പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി മലബാറിലെ തീയ വിഭാഗം അത് ആരോമൽ ചേകവരുടെ, ഉണ്ണിയാർച്ചയുടെ, അരിങ്ങോടരുടെ, ചന്തുവിൻ്റെ, പുത്തൂരം വീടിൻ്റെ ഒക്കെ പാരമ്പര്യവും പൈതൃകവും ഉള്ള ഒരു വലിയ മഹത്തായ പെരുമയുള്ളൊരു സമുദായമാണ്. അത് പ്രിവിലേജ്ഡായ ഒരു സമുദായമാണ്. അവരെല്ലാവരോടും വലിയ സൗഹാർദ്ദത്തിൽ വർത്തിച്ചു പോകുന്ന സാംസ്കാരിക സമ്പന്നമായ ഒരു വിഭാഗമാണ്. അതിനെയൊക്കെ വഴിതെറ്റിക്കാൻ ഇത്തരത്തിലുള്ള സംഘപരിവാറിൻ്റെ ഈ അജണ്ടകളൊന്നും പ്രയോഗിക്കരുത്. മാന്യമായ സംഘടനാ പ്രവർത്തനവും ശ്രീനാരായണ ആദർശങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാ വിഭാഗങ്ങളും ശക്തിപ്പെടും.